എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉണ്ണിയുടെ വീട്ടിലാണുള്ളത്. അപ്പം ഞങ്ങൾ ഇന്ന് ഓച്ചിറ പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഇപ്പം സമയം 4 മണിയായിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോവാം അല്ലേ. അപ്പോൾ ഞങ്ങളൊരു 4:30 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കുറച്ചായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ചധികം ദൂരമുണ്ട് ഓച്ചിറയ്ക്ക്. അങ്ങനെ ഞാനും ഉണ്ണിയും കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കിവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല. അപ്പോൾ ഇവിടെയും അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഉത്സവമൊക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങനെയിപ്പോൾ നമ്മൾ ഓച്ചിറ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേയാൻ പാർക്കിൽ വണ്ടി അവിടെ വച്ചിട്ട് ഇതിപ്പോൾ നടന്നു പോവുകയാണ്. ഇപ്പോൾ റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ തിരക്ക് കൂടുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ക്ഷേത്ര കോമ്പൗണ്ടിലെത്തി. അപ്പോൾ ഇവിടെ ഓങ്കാരമുണ്ട്. ഇവിടെ ആൾക്കാർ ഭജനമൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ അടുത്ത് തന്നെ കുടിലുമുണ്ട്. ഇതാണ് കുടിൽ വരുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു. ഇവിടെ ആൽത്തറയിൽ വന്ന് തൊഴുതിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. എന്നിട്ട് ഞങ്ങൾ ഒണ്ടിക്കാവിലേക്ക് പോയി അവിടെ തൊഴാൻ വേണ്ടിയിട്ടേ. അങ്ങനെ ഞങ്ങൾ അവിടെ തൊഴുതിട്ടൊക്കെ ഇറങ്ങി. അപ്പോഴേക്കും ഇവിടെയൊക്കെ ശരിക്കും ആളായി. നമ്മൾ വന്നപ്പോൾ ഇത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നല്ല തിരക്കായി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നടന്നപ്പോഴേക്കും ഇവിടെ നിറയെ കടയാണ്. അങ്ങനെ കുറച്ച് നേരം കടയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടന്നു. ഇങ്ങനെ ഉത്സവത്തിനൊക്കെ ഓച്ചിറ വരുന്നത് അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര തിരക്കും അതുപോലെ തന്നെ ശരിക്കും സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാൻ കൊണ്ടുവരും. പിന്നെ ഞങ്ങൾ ഇവിടേക്ക് കയറി. ഇതിപ്പോൾ കുറച്ച് നാളായതേ ഉള്ളെന്ന് തോന്നുന്നു ഇതിങ്ങനെ കെട്ടിയിട്ടേ. ഞാൻ ഇതിനു മുന്നേ ഇത് കണ്ടിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ ഇവിടെ ഓരോ വൃക്ഷത്തിൻ്റെയും താഴെ ഇങ്ങനെ ദീപം കത്തിച്ച് വെച്ചിരിപ്പുണ്ട്. ഓരോ വൃക്ഷവും ഓരോ നാളുകാർക്കുള്ളതാണ്. അങ്ങനെ ഓരോ നാളിനും ഓരോ വൃക്ഷം അങ്ങനെയാണ് കേട്ടോ. കുറേ ഉണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സംഭവമൊക്കെ ഉണ്ട്. ലൈറ്റ്സും കാര്യങ്ങളും. പിന്നെ നടുക്കായിട്ട് നന്ദി ഭഗവാനുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇവിടെയൊക്കെ നിന്ന് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ ചെടിയൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലം. ഇവിടെ ശരിക്കും ചെടികളുണ്ട് കേട്ടോ. കുറ്റിമുല്ലയും റോസും അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ അതുപോലെ വാഴത്തൈ, ഓർക്കിഡ്, പിന്നെ പച്ചക്കറി വിത്തുകൾ ഇതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് ഉണ്ട്. ഇവിടെ എല്ലാത്തിനും നല്ല റേറ്റ് ആണെന്ന് തോന്നുന്നു. ചെടിക്കൊക്കെ നല്ല റേറ്റായിട്ട് തോന്നി. എനിക്ക് കുറ്റിമുല്ല വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒരെണ്ണമായിട്ട് വാങ്ങി വെച്ചിട്ട് കഥയില്ലല്ലോ. അപ്പോൾ പിന്നെ ഉണ്ണി പറഞ്ഞു എന്നേ പിന്നെ നമുക്ക് നഴ്സറിയിൽ പോയി നോക്കി വാങ്ങാമെന്ന് പറഞ്ഞു. അത് കാരണം നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇവിടെ ഫുൾ കടയാണ്, നിറയെ കടയാണ്. അതിന് ചെരുപ്പും ബാഗും അങ്ങനെ ഇഷ്ടംപോലെ കട. നമ്മളിവിടെ കൂടി ഇങ്ങനെ നടന്ന് ഇതിങ്ങനെ കണ്ട് നടക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. നമ്മളിങ്ങനെ ഓരോന്നും നോക്കി ഇങ്ങനെ നടക്കുവാണ്. പിന്നെ ഞങ്ങളിതാ ഈ ഒരു കടയിൽ കയറി. ഇവിടെ പാത്രങ്ങളും മഗ്ഗും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാത്രം കഴുകുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. സോപ്പ് 5 സോപ്പിന് 100 രൂപ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ പണ്ടത്തെ മിഠായികളില്ലേ, അതാണ്. പഴയ കാലത്തെ മിഠായികളാണ് കേട്ടോ ഇത് മറ്റേ കളർ മിഠായി, ഉണ്ടൻ പൊരി, പിന്നെ ഗ്യാസ് മിഠായി, നാരങ്ങ മിഠായി, കട്ടി മിഠായി, നാണയം, അങ്ങനെ കുറേ മിഠായികൾ, പുളിമിഠായിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് സ്ക്വാഷാണ്, ലൈവ് ഐസ്ക്രീം, അങ്ങനെ ശരിക്കും കടകൾ. പിന്നെ ചെരുപ്പ് മാത്രം വെച്ച് വിൽക്കുന്ന സ്ഥലമാണിത്. പിന്നെ എനിക്കൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. ഇവിടെ മറ്റേ ക്രോക്സിൻ്റെ ചെരുപ്പുണ്ടല്ലോ, അതിൻ്റെ ഡ്യൂപ്പാണ് ഇവിടെ നിറയെ ഉള്ളത്. കുറേ ചെരുപ്പൊക്കെ ഞാൻ ഇട്ട് നോക്കി. എൻ്റെ സൈസിലുള്ള ചെരുപ്പ് നോക്കുകയാണ്.
ഫൈനലി നമ്മൾ ഈ ഒരു ചെരുപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെരുപ്പാണ് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഈ ഒരു കടയിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഇത് വാവച്ചിക്ക് ഹെയർ ബാൻഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഈ തലയിൽ വെക്കുന്ന ബാൻഡില്ലേ, അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് നമ്മൾ വാങ്ങിയിട്ടില്ലായിരുന്നു. കാരണം ഇത് നല്ല വലിപ്പമുണ്ട്. അയാൾ ചെറിയ ആളല്ലേ, അപ്പോൾ ഇത് വെച്ചാൽ നല്ല ലൂസായിരിക്കും. അപ്പോൾ അത് കാരണം അത് വാങ്ങിയില്ല. നമ്മളിവിടെ ഈ കടയിൽ നിന്ന് ഒന്നും വാങ്ങിയിട്ടില്ല. അങ്ങനെ പിന്നെ വന്നപ്പോൾ ഇവിടെ ശരിക്കും പൊരിയുണ്ട് കേട്ടോ. പൊരിയും അങ്ങനെ കഴിക്കുന്ന കുറേ സാധനങ്ങളുടെ കടകൾ, മുളക് ബജി, അങ്ങനെ ബജിക്കടയൊക്കെ ഉണ്ട്. പിന്നെ ശരിക്കും നല്ലൊരു ഓളമാണ് ഇവിടെ. പിന്നെ നമ്മൾ ഈ ഒരു ചനാ ചാട്ടോ അങ്ങനെ എന്തോ പറയുന്നത്, ചനാ മസാല, ചനാ ചാട്ട അങ്ങനെ എന്തോ ആണ് ഇതിന് പറയുന്നത്. നമ്മൾ ഇതൊരെണ്ണം പാഴ്സൽ വാങ്ങിയിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഹാഫ് കുക്ക്ഡായിട്ടുള്ള വെജിറ്റബിൾസിൻ്റെയും അതുപോലെ തന്നെ വെള്ളക്കടലയാണ് കേട്ടോ. വെള്ളക്കടലയുടെയും ഒക്കെ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് ഒരെണ്ണത്തിന് 50 രൂപയെങ്ങാണ്ട്, 50 രൂപയാണ്. അപ്പോൾ ഇതൊരെണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഞാൻ മുളക് ബജി, പിന്നെ ഒരു അത്തർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ കുറച്ച് സാധനങ്ങളെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിനടുത്തായിട്ട് തന്നെ നന്ദികേശാല, ഇവിടെ കാളകളെയൊക്കെ കെട്ടുന്ന സ്ഥലമാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഓച്ചിറ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.